ഹലോ എവരി വൺ, വെൽക്കം ടു ലൈഫ് ഓഫ് കൺട്രി. കുറേ കാലത്തിന് ശേഷം ഞാൻ പണ്ടത്തെ രീതിയിൽ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇന്ന് എനിക്ക് കാണിക്കാനുള്ളത്, ഞാൻ എന്തിനാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അസ്ഫർ എന്ന് പറയുന്ന എൻ്റെ സ്റ്റുഡൻറ്റ്, കഴിഞ്ഞ വർഷവും ഒക്കെ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ്. അവന് മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നു. അത്ഭുതപ്പെട്ടില്ലേ നിങ്ങൾ? മികച്ച കർഷകനുള്ള അവാർഡ് ഒരു 10th പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കണ്ണൂർ ജില്ലയിലെ രാമന്തളി പഞ്ചായത്തിലെ മികച്ച കർഷകനായിരിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ അവൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഞാനുള്ളത്. എൻ്റെ പിറകിൽ നിങ്ങൾ ഈ കാണുന്നത് അസ്ഫറിൻ്റെ വീട്ടിൽ അസ്ഫർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ തരം ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ്, അതിനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ഒപ്പം കുറേ പിന്നെ ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഉണ്ട്. കുറേ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ ബോഗൻവില്ലാസ് കാണാം. പിന്നെ അവിടെ കുറേ അഡീനിയംസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്ഥലത്താണ് ഞാനുള്ളത്. ഐ എം വെരി ഹാപ്പി ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ. അസ്ഫറിനെ കാണിക്കാം ഞാൻ. അതിനു മുമ്പ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണ്. അസ്ഫറിനോട് പ്രത്യേകിച്ച് ഞാൻ വീണ്ടും കൺഗ്രാലേറ്റ് ചെയ്യും. ശ്രീ മുഹമ്മദ് അസ്ഫർ. രാമന്തളി പഞ്ചായത്തിലെ പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത്, പാലക്കോട് ജംഗ്ഷനാണിത്. ഇതിൻ്റെ തൊട്ടപ്പുറം പിന്നെ മുട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. മുട്ടം പാലക്കോട് വന്ന് ചേരുന്ന ഒരു ജംഗ്ഷനിൽ തന്നെയാണ് അസ്ഫറിൻ്റെ വീട്. റോഡ് സൈഡ് തന്നെയുള്ള വീടാണ്. അപ്പോൾ ഇതിലെ കടന്നു പോകുമ്പോൾ ഈ വീട് ഞാൻ അധികവും നോക്കാറുണ്ട്. വീടും വളരെ പ്രത്യേകതയുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ ഈ വീട്ടിലുള്ള ആളുകളും, അസ്ഫറും അസ്ഫറിൻ്റെ ഉമ്മ, ഉപ്പ, പിന്നെ ഒരു സിസ്റ്ററാണുള്ളത്. സിസ്റ്റർ ഗൾഫിൽ സെറ്റിൽഡാണ്. അപ്പോൾ അസ്ഫറിൻ്റെ ഉപ്പയാണ് അസ്ഫറിൻ്റെ ഹീറോ എല്ലാ അർത്ഥത്തിലും. അതായത് അദ്ദേഹം കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, പുള്ളി കൊടുക്കുന്ന ഒരു ലൈഫ് വാല്യൂസ്, അതൊക്കെ അസ്ഫറിന് കഴിഞ്ഞ വർഷം തന്നെ ഞാൻ നോട്ടീസ് ചെയ്തതാണ്. അസ്ഫർ ഉപ്പനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഒരു ഹീറോ വർഷിപ്പോട് കൂടിയിട്ട് പറയുന്നത്, എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്യലുണ്ട്, എൻ്റെ ഉപ്പ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമേ ഇവൻ്റെ വീട്ടിൽ വന്നിട്ട് ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ ഈ രാമന്തളി പഞ്ചായത്ത് കൊടുത്ത ഈ ഒരു അവാർഡ് ഇതിനൊരു നിമിത്തമായി. അപ്പോൾ അസ്ഫറിൻ്റെ ഗാർഡനിലേക്ക്, അസ്ഫറിൻ്റെ ഫ്രൂട്ട് ഗാർഡനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. അസ്ഫർ, ഗുഡ് ഈവനിങ്. അസ്ഫറെ ഒന്നുകൂടി കൺഗ്രാലേഷൻസ്. പിന്നെ അസ്ഫർ പിന്നെ വളരെ പതുക്കെയാണ് സംസാരിക്കുള്ളൂ അല്ലേ? അസ്ഫറിൻ്റെ തലയ്ക്ക് മേലെ ഒരു ചുമന്ന നിറത്തിലുള്ള ഒരു ഫ്രൂട്ട് കാണുന്നുണ്ട്. അസ്ഫറെ, ഇതെന്താണ് ഈ സാധനം? ഫ്രൂട്ട് എന്ന് പറയും. സ്വർഗത്തിലെ കലി മലയാളത്തിൽ പറയും. സ്വർഗത്തിലെ കലി. എന്താ അതിന്റെ ഇംഗ്ലീഷ് പേര്? ഗാക് ഫ്രൂട്ട് എന്ന് പറയും. ഓക്കെ. ഇത് ഇവിടെ ഫസ്റ്റ് ടൈം ആണോ പഞ്ചായത്തിൽ? ഫസ്റ്റ് ടൈം നമ്മളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ. സാധാരണ അസ്ഫറിൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി, അതായത് 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബോയ്, ഞാൻ കുറേ വർഷമായി ഈ ഫീൽഡിൽ, അതായത് ടീച്ചിങ് ഫീൽഡിലുള്ളത്. ഒരിക്കലും ഇങ്ങനെ ഒരു കുട്ടിയെ ഞാൻ പരിചയപ്പെട്ടിട്ടേ ഇല്ല ഇതുവരെ. അസ്ഫർ എങ്ങനെയാണ് ഇതിലേക്ക് എത്താൻ, അതായത് ഈ കൃഷി, ഈ ഗാർഡനിങ്, എങ്ങനെയാണ് അസ്ഫറിന് ഇൻട്രസ്റ്റ് ഉണ്ടായത്? എൻ്റെ ഉപ്പ ബോട്ടണി പഠിച്ചത്. ബോട്ടണി ചെറുപ്പം മുതലേ ഉപ്പ കണ്ടുവരുന്ന പഠിച്ചതാണ്. കുറച്ച് കാലങ്ങളായി സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, വെറൈറ്റി ആയിട്ട് ചെയ്യണം, ഈ ഫീൽഡിലേക്ക് വന്നത്. ഇപ്പൊ ഹൗ ഡു യു ഫീൽ? നമ്മുടെ പ്രായത്തിൽ ആളിങ്ങനെ ചെയ്യലില്ലല്ലോ. നമ്മളാണ് നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട്. സ്കൂളിൽ നിന്നല്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല ഇങ്ങനൊരു 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇത്രയും മനോഹരമായിട്ട് ഒരു ഫ്രൂട്ട് ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉപ്പ എന്താ ജോലി ചെയ്യണേ? ഉപ്പ ഖത്തറിലാണ്, സ്റ്റേഡിയം ഫീൽഡ് ഡെവലപ്മെന്റ് കമ്പനിയുടെ GM ആണ്, ജനറൽ മാനേജർ. ഓക്കെ. അപ്പൊ ഉപ്പ അവിടെ നിന്നാണോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരിക, എന്ത് ചെയ്യണം എന്നൊക്കെ? ഓരോരെണ്ണത്തിന് കട്ട് ചെയ്യണം, സൈഡ് വളങ്ങളിൽ ഇട്ട് കൊടുക്കണം, ഉപ്പ അങ്ങനെ പറയും. ഓരോ സമയത്ത് പറഞ്ഞു ഇൻസ്ട്രക്ഷൻസ് തരും. നമ്മൾ അത് കേട്ട് പഠിച്ചു. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ അസ്ഫർ, ഇവിടെ ഞാൻ ഒരുപാട് പോട്ട്സിലായിട്ട് കുറേ വൻ വൃക്ഷങ്ങളെ ചെറുതാക്കി നിർത്തിയിരിക്കുന്നത് കാണുന്നുണ്ട്. ഇതെന്തൊക്കെയാണ്, എത്ര വെറൈറ്റിയാണ്, എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. ഇപ്പോൾ ഓൾറെഡി 100-ലധികം വെറൈറ്റീസ് ഉണ്ട്. 100-ലധികം? മൈ ഗോഡ്. മൾബറി, ബെൽചാമ്പ, ബാലിച്ചാമ്പ, അച്ചാച്ചെറു, പിന്നെ മാംഗോസ്, അൽഫോൺസോ. ഒരു മിനിറ്റ് അസ്ഫർ, കാരണം ഈ പേരുകളൊക്കെ അസ്ഫറിന് ഭയങ്കര ഫെമിലിയറാണ്, അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. എനിക്കോ അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിന് ഇതൊന്നും അറിയില്ല. ഇപ്പൊ കച്ചാ ചൊറു എന്നൊക്കെ പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഒന്ന് കുറച്ച് സ്ലോ ആയിട്ട് പറയാം. എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ. മൾബറി, ബെൽചാമ്പ, ബാലിച്ചാമ്പ, തായ് അൽഫോൺസോ, കുളമ്പ്, നാംഡോക്കിമ, നാൻപസന്ത്, അച്ചാച്ചെറു, സാന്തോൾ, പിന്നെ സ്വീറ്റ് ലവ്ലിക്ക, തുലീനിയ, കുറേ ഉണ്ട്, ലിച്ചി. ഓക്കെ. റംബൂട്ടാൻ. എനിക്ക് ആകെ അറിയണ ഒരു ഫോറിൻ ഫ്രൂട്ട് റംബൂട്ടാനാണ്. ഓക്കെ, ഇതെന്താണ് സാധനം? ഇത് ബെൽചാമ്പ. ബെൽചാമ്പ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ബെൽ ഷേപ്പ് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു പോട്ട്, ഇതിനകത്ത് ഇപ്പൊ ഇത്രയാണ് ഈ ചെടിക്ക് അല്ലെങ്കിൽ ഈ ട്രീ വലിപ്പമുള്ളൂ. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? ഇത് 1.5 കൊല്ലം. 1.5 കൊല്ലം. 1.5 കൊല്ലം കൊണ്ട് ഇത് കായ്ച്ചു. ഹൈബ്രിഡ് ആണ്, സാധാ നോർമൽ ടൈപ്പിൽ. ഹൈബ്രിഡ് ആണ്. ഗ്യാരണ്ടി 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഗ്യാരണ്ടി ആയിട്ട് തരുന്നു. ഓക്കെ. ഇത് ഏത് ബ്രാൻഡാണ് ഈ ചെടികൾ? അങ്ങനെ എന്തെങ്കിലും ബ്രാൻഡ് നോക്കിയാണോ നിങ്ങൾ വാങ്ങുന്നത്? ഹോം ഗ്രൗണ്ട് എടുക്കല്. ഹോം ഗ്രൗണ്ട് ഓരോന്നോരോ വിശ്വസിച്ചെടുക്കാം. പറയുന്ന പോലെ തന്നെ 1 കൊല്ലം കൊണ്ട് തന്നെ. അത് നിങ്ങൾ ഹോം ഗ്രൗണ്ട് സൈറ്റിൽ നിന്ന് വാങ്ങുന്നതാണോ? അല്ല, സൈറ്റാണ്. പിന്നെ പേഴ്സണലായിട്ട് പോയി വാങ്ങി നമ്മൾ സെലക്ട് നഴ്സറികളിൽ പോയിട്ട് വാങ്ങും അല്ലേ? എല്ലാ പ്ലാന്റും തന്നെ ഹോം ഗ്രൗണ്ട് ആണോ? എല്ലാം ഹോം ഗ്രൗണ്ട്. ഓക്കെ. ഇത് ഹോം ഗ്രൗണ്ട് പ്രൊമോട്ട് വീഡിയോ അല്ല കേട്ടോ, ഇത് അസ്ഫറിന്റെ ഗാർഡൻ മാത്രം കാണിക്കുന്നു. അപ്പോൾ ഇത്തരം ഈ വലിയ പോട്ട്സിൽ വെക്കുമ്പോൾ ഇതിന്റെ പോട്ടിംഗ് മിശ്രിതം എന്തൊക്കെയാണ് അസ്ഫറ ചെയ്യുന്നത്? പോട്ടിംഗ് മിശ്രിതമായിട്ട് നമ്മൾ പോട്ടിലായതുകൊണ്ട് ഫ്രൂട്ട്സിന്റെ ഗ്രോത്ത് അത്ര ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഫോളിയറായിട്ട് NPK 17-70-70, പിന്നെ NPK 18-18-18, പിന്നെ 90-90-90 കൊടുക്കും. പിന്നെ ഫ്ലവറിങ് സീസണിൽ NPK 00-20, പൊട്ടാസ്യം 20 ആയിട്ട്, പൊട്ടാസ്യം മാത്രമായിട്ട് കൊടുക്കും സീസൺ. പിന്നെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് കുറേ സ്പ്രേസ്, ഇഫ്കോന്റെ സീ മിനറൽസ്, കുറേ ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസ്ഫറിന് ഇതെല്ലാം ഡെയിലി പ്രാക്ടീസ് ആയതുകൊണ്ടാണ് ഈ പേരുകളെല്ലാം പെട്ടെന്ന് പറയുന്നത്. വ്യൂവേഴ്സിന് ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. ഇത് സപ്പോർട്ടാ അല്ലേ? ബനാന സപ്പോർട്ടാ. ഇതിന്റെ ഈ ഷേപ്പ് കാരണമാണോ അങ്ങനെ പറയുന്നത്? ഇതിപ്പോ നിറച്ച് കായ കാണുന്നുണ്ട്. ചെറിയൊരു പോട്ടിൽ, ചെറുതല്ല, തീരെ ചെറുതല്ല, എന്നാലും ഇത്രയും വലിപ്പമുള്ളൂ. ഇതിൽ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇതിപ്പോ സീസൺ കഴിഞ്ഞോണ്ട് കുറച്ചും കൂടി കുറഞ്ഞു. സീസണിൽ ഫുൾ ഉണ്ടാവും. ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നു സീസണില്. ഇപ്പൊ ഓഫ് സീസൺ ആണ്. ഈ മാവൊക്കെ ഇത് എത്ര വർഷമുണ്ട്? നല്ല വണ്ണം ഉണ്ട് ഇതിന്റെ താഴെ ഭാഗം. 2 കൊല്ലം. ഇത് കായ്ച്ചിട്ടുണ്ടോ? ഇത് കായ്ച്ചു. 2 കൊല്ലം കൊണ്ട് തന്നെ കായ്ച്ചു. അതായത് അവരുടെ വേറൊരു മാവ്. പിന്നെ ഇതാ ഇവിടെ ഞാനിങ്ങനെ നിറച്ച് പിന്നെ എന്താ പറയാ, വാട്ടർ പൈപ്പുകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ ആയിരിക്കും അല്ലേ? എല്ലാം വാട്ടറിങ് കംപ്ലീറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഇതിപ്പോ ഡ്രിപ്പായിട്ട് വരുന്നുണ്ടോ ഇതില്? ഇല്ല, ഇപ്പൊ ഓൺ ആക്കിയിട്ടില്ല അല്ലേ? ഇതൊന്നും എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊന്ന് ഓൺ ആക്കി കാണിച്ചു തരണേ. ഓക്കെ, ഇത് വളരെ എളുപ്പമാണല്ലേ ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ? അതായത് നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ് നമുക്കില്ലെങ്കിൽ ഓരോരോ എണ്ണത്തിലും സമയം കുറെ ഡ്രിപ്പ് ഇറിഗേഷനിൽ എല്ലാം ഒരേ സമയത്ത്. 100-ലധികം പോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇത് മുഴുവൻ, കാരണം അസ്ഫർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇതുപോലത്തെ എന്താ പറയുക, ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. ഈ പോട്ട് വേറെ പ്രത്യേകതരം പോട്ടാണ് അല്ലേ? ഇതെനിക്ക് എയർപോർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇതിന് മറ്റേ പോട്ടിനെക്കാട്ടി എയർ വെന്റിലേഷൻ കൂടുതൽ ഫ്രൂട്ട്സിന് ഇതുകൊണ്ട് വേഗം ഗ്രോത്തിന് സഹായിക്കും. ഈ മാവൊക്കെ ഇങ്ങനെ ട്രിം ചെയ്ത് നിർത്തിയിട്ടുണ്ട്.
ഫംഗിസൈഡ് ആയിരിക്കും അല്ലേ ഈ തേച്ചിരിക്കുന്നത്? സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് ആണ് ഇതിന്റെ സൈഡ് ഈ കട്ട് ചെയ്തിരിക്കുന്ന എഡ്ജസിലെല്ലാം തേച്ചിട്ടുണ്ട് അല്ലേ. ഇതെന്ത് പ്ലാന്റ് ആണിത്? ഓ ആ ഓക്കെ, അതെ. പേര് പറയുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് ഹസ്ബൻഡ് തന്നെ ചിരി വരുന്നു. ഓക്കെ, ഇത് എത്ര സ്ഥലത്താണ് ഇപ്പൊ ഇത്രയും സംഭവങ്ങളെല്ലാം വെച്ചിരിക്കുന്നത്? നമ്മുടെ ഇത് ഫ്രൂട്ട്സ് വെച്ച് ടോട്ടൽ 25 സെന്റ് സ്ഥലത്താണ് 100ഓളം പോട്ട്സുകൾ വെച്ചിട്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വെറുതെ അല്ല അസ്വറിന് രാമന്തളി പഞ്ചായത്ത് ഇങ്ങനെ ഒരു ആദരവ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ വീഡിയോ ഞാൻ എടുക്കാനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോ കുട്ടിക്കും ഇതൊരു മെസ്സേജാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും എൻ്റെ കുട്ടികളും ഒന്നും ഒരു ഗാർഡനിങ്ങോ അത്തരം കാര്യങ്ങൾക്കൊന്നും കുട്ടികൾക്ക് തീരെ താല്പര്യം കാണുന്നില്ല. ഇപ്പം അപൂർവമായിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ശരിക്കും അസ്വർ ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കുറേ ചെടികളൊക്കെ കണ്ടിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതുവരെ. ഇതെന്താ, ഇതിന്റെ പേരെന്താ? കെപ്പൽ പെർഫ്യൂം ഫ്രൂട്ട് എന്ന് പറയും. കെപ്പൽ പെർഫ്യൂം ഫ്രൂട്ട്. അതെന്താ കാരണം? നല്ല പെർഫ്യൂമിന്റെ സ്മെല്ലാണ്. ഫ്രൂട്ട് മുറിച്ചാൽ പിന്നെ ഫ്ലവർ വന്നാലും ഫുൾ സ്ഥലത്ത് പെർഫ്യൂമിന് നല്ല മണമുണ്ട്, സ്ട്രോങ് മണമുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണോ അതോ പുറത്തുനിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്നാണോ? ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങിച്ചതന്നെ. ഈ വേറൊരു കാര്യം, ഈ നല്ല വിലയില്ലേ ഇത്തരം പ്ലാന്റിന്റെ ഇതിനെല്ലാം അല്ലേ? ഇതൊരു ഹോബി ആയിട്ടല്ല എടുക്കുന്നത്. ഹോബി നമ്മുടെ ഒരു ടൈം വെറുതെ കളിയാണ്ടിരിക്കാൻ വേണ്ടി ഒരു പാഷനാണ്. അപ്പൊ അതുകൊണ്ട് എത്ര പൈസ ചെലവാക്കാനും റെഡിയാണ്. നല്ല ഉഷാറിലാണ് ഇവിടുത്തെ പ്ലാന്റുകളെല്ലാം തന്നെ നിൽക്കുന്നത്. അപ്പോൾ ചിലത് ഇങ്ങനെ നിലത്ത് നട്ടതുണ്ട്, ചിലത് ഇതുപോലെ എന്താ പറയുക പോട്ടിലുണ്ട്, ഇങ്ങനെ പലതരത്തിലും കാണുന്നുണ്ട്. അപ്പോൾ ഈ നിലത്ത് നട്ട ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇത് എന്ത് ഷീറ്റാണ്, എന്തിനാണിത്? ഇത് മൾച്ചിങ് ഷീറ്റ് എന്ന് പറയും. നമ്മുടെ പ്ലാന്റ്സിനെല്ലാം വീഡ്സ് ഓവർഗ്രോ ചെയ്ത് ഓരോ ഗ്രോത്തിനെ എഫക്ട് ചെയ്യാണ്ടിരിക്കാനും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളും പ്ലാന്റ്സിനെ എഫക്റ്റീവായിട്ട് കിട്ടാണ്ടിരിക്കാനും വീഡ്സ് എടുക്കുന്നുണ്ട്. എഫക്റ്റീവായിട്ട് ഇടുന്ന മൾച്ചിങ് ഷീറ്റ്. വേറെ കളകളൊക്കെ മുളച്ചു വരാതിരിക്കും ചെയ്യും. അപ്പൊ വെള്ളം താഴേക്ക് ഇറങ്ങും. അത് പ്രത്യേകതയിൽ ഒന്നാണ്, വെള്ളം കെട്ടി വെക്കൂല, അടിയിലേക്ക് പോർസ് ആയിട്ട് പോകും. പിന്നെ അടി എന്ന് ക്ലീൻ ആയിരിക്കും, നമുക്ക് വരുമ്പോ ഒരു ഡിസ്റ്റർബൻസ് തോന്നൂല. എപ്പോഴും ഫ്ലോർ നല്ല ക്ലീൻ ആയിട്ടിരിക്കും അല്ലെ, സർഫസ് വൃത്തിയായിട്ടിരിക്കും. പുല്ലും മറ്റു കാടുകളൊന്നും ഗ്രൗണ്ടിൽ പോലെ ഉണ്ടാവും. ഷീറ്റ് പൊന്തിച്ചാല് അടിയിലൊന്നും വളരാണ്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്നവരുണ്ടാവും. ഇത് നല്ല ഭംഗിയുള്ള ഒരു മരം എന്ന് പറയാൻ പറ്റില്ല, അതായത് ഒരു വലിയൊരു പ്ലാന്റ്. ഇതിന്റെ പേരെന്താ? സാന്തോൾ എന്ന് പറയും. സാന്തോൾ നമ്മുടെ നാട്ടിൽ റെയർ ആയിട്ടാ കാണാൻ, അങ്ങനെ ആരടുത്തും ഇല്ല. പിന്നെ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ നല്ലോണം കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ചുകൂടി പ്രായമുണ്ടെന്ന് ഈ ചെടിക്ക്. ഫസ്റ്റ് നമ്മൾ ഈ ഡ്രാഗൺ വെച്ച തുടങ്ങിയത് ആദ്യത്തെ ചെടിയാണിത്. അതിലും നല്ലോണം കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു മദർ പ്ലാന്റ് ആണെന്ന് പറയാം അല്ലെ. ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നട്ടതാണ് ബാക്കിയുള്ള എല്ലാം. ഇത് മലേഷ്യൻ റെഡ് എന്ന് പറയും. മലേഷ്യൻ റെഡ്. ഇത് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് അല്ലെ. ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് കുറഞ്ഞ ഏരിയയിൽ മാക്സിമം പ്ലാന്റ്സ് നട്ടിട്ട് അതിൻ്റെ മാക്സിമം ഫ്രൂട്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സയന്റിഫിക് ആയിട്ടൊരു കാര്യം ചെയ്തതുകൊണ്ടായിരിക്കാം പഞ്ചായത്ത് കൃത്യമായിട്ട് അസ്വറിനെ ഐഡന്റിഫൈ ചെയ്തത് അല്ലേ. വെറുതെ ഉള്ളൊരു എയർപോർട്ടിൽ നമ്മയാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ പഞ്ചായത്ത്. ഇത് രണ്ടും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ മാംഗോന്റെ രണ്ടും ഒരേ ടൈപ്പാണ്, ഒരേ ദിവസമാണ് പ്ലാന്റ് ചെയ്തത്. പക്ഷേ എയർപോർട്ടിന്റെ റാപ്പിഡ് ഗ്രോത്ത് കൊണ്ടാണ് ഇത്ര വേഗം ഇത് വലുതായത് അല്ലേ. അസ്വറിന്റെ അഡീനിയം കളക്ഷൻസ് ആണ് ഇതൊക്കെ. ഇതിപ്പോ ഈ അഡീനിയം നമുക്ക് കുറച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിപ്പോ ഫ്ലവറിംഗ് സീസൺ അല്ല അല്ലെ, ഇപ്പൊ ഓഫ് സീസൺ ആയി. അതായത് ഇപ്പൊ മഴക്കാലം തുടങ്ങുമ്പോൾ പൂ ഉണ്ടാവില്ല. മഴക്കാലത്തിന് മുമ്പ്, അതായത് വേനലിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഡീനിയം പ്ലാന്റ്സ്.
നന്നായിട്ട് ഫ്ലവർ വന്നതാണ്. മഴക്കാലം കൊണ്ടാണ് ഇങ്ങനെ നമ്മളത്തെ ഷേപ്പാക്കി വെച്ചിരിക്കുകയാണ്. അടുത്ത സീസൺ വരുമ്പോൾ വരാൻ വേണ്ടി പ്രൂണിങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ, ഹാർഡ് പ്രൂണിങ് ചെയ്തിരിക്കുകയാണ്. ബോഗൻവില്ലയുടെ ഒരുപാട് ചട്ടികൾ ഇവിടെ കാണുന്നുണ്ട്. ഇത് അസ്വർ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഇതെല്ലാം വേറെ വേറെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇപ്പോൾ പൂക്കളില്ല, കാരണം ഇപ്പോൾ റെയിനി സീസണാണ്. ബോഗൻവില്ല റെയിനി സീസൺ ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കട്ട് ചെയ്തിട്ട് ഹാർഡ് പ്രൂണിങ് തന്നെ ചെയ്യും, അതായത് കുറ്റി മാത്രം നിർത്തും. എങ്കിലാണ് അടുത്ത എന്താ സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കും ഇത് നിറച്ച് പൂക്കളാവും അല്ലേ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ്, ബുൾസൈ എന്ന് പറയും. ഏത്? ബുൾസൈ. ബുൾസൈ. ആ അതെന്താ പ്രത്യേകത? സ്ട്രോങ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാവും, ഗ്രാഫ്റ്റ് ചെയ്തെന്നില്ലതാണ്. ഒറ്റ ഒന്നിൽ തന്നെ ഡിഫറെന്റ് മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ടാവും. ഇത് ഒന്നിൽ തന്നെ 5 എണ്ണം ഉണ്ട്, പിന്നെ ആ കാണുന്നതിൽ 10 എണ്ണം ഉണ്ട്. ഈ ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിങ് ഇത്തരം കാര്യങ്ങളൊക്കെ അസ്വർ പഠിച്ചു തുടങ്ങിയോ? ആദ്യം ഉപ്പ പഠിപ്പിച്ചു, പിന്നെ സ്വന്തമായിട്ട് ഞാനും ചെയ്യാൻ പഠിച്ചു. അതുപോലെ ചില പ്ലാന്റുകളൊക്കെ ഇങ്ങനെ നമ്മൾ തന്നെ മാനുവൽ പോളിനേഷൻ ചെയ്യേണ്ടി വരുന്ന അതൊക്കെ അറിയോ? ഇത് ഗാക്കിലും മാനുവൽ പോളിനേഷൻ ചെയ്താണ്. ഓക്കെ ഓക്കെ, മാനുവൽ പോളിനേഷൻ ചെയ്യണം അല്ലേ. അപ്പൊ മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും വേറെ വേറെ ഉണ്ടാവും. ഇവിടെ വേറൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, എല്ലാം ഭയങ്കര നീറ്റാണ്. ഓരോ ചട്ടിയും സ്കെയിൽ വെച്ച് അളന്നളന്ന് അതിൻ്റെ സ്പേസിങ് ഒക്കെ ചെയ്തതുപോലെ തോന്നുന്നു. അസ്വര വെരി ഗുഡ്, ഭയങ്കര നന്നായിട്ടുണ്ട് അസ്വറിൻ്റെ ഗാർഡൻ. വീണ്ടും വീണ്ടും എനിക്ക് എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവില്ല, അത്രയും നീറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ഞാനും അസ്വറും കൂടി ഒന്നിച്ച് വന്നാണ്. ഇതാ ഇപ്പോൾ സന്ധ്യ ആവാറായി. അസ്വറിന് ഇനി പള്ളിയിലൊക്കെ പോകണം. അസ്വറെ അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇരുന്നോ അസ്വറിൻ്റെ ഗാർഡൻ ഇനിയും എന്താ പറയുക, വളരെ മികച്ചതാവട്ടെ. രാമന്തളി പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അസ്വറിനെ തേടി വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അസ്വറിൻ്റെ ഈ എന്താ പറയുക ഗാർഡനും ഈ ഫ്രൂട്ട് ഗാർഡൻ ഇതെല്ലാം ഞാൻ കാണിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, അല്ല എവിടെയുള്ള കുട്ടികൾക്കാണെങ്കിലും കുട്ടികൾക്കൊരു ഇൻസ്പിറേഷനാണ്. ഇങ്ങനെ ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ മെസ്സേജാണ്. ആരെങ്കിലുമൊക്കെ ഒരാൾ മണ്ണിൽ പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് മേശപ്പുറത്തിരുന്ന് തിന്നാൻ പറ്റുള്ളൂ. അത് പലപ്പോഴും അറിയില്ല. നമ്മൾ വിചാരിക്കും ഒരു എന്താ പറയുക 1 കിലോ തക്കാളി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എത്രയോ പണിയെടുക്കേണ്ടി വരും. അതിനേക്കാൾ ചെറിയ പൈസക്ക് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ലേ എന്നാണ് പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അതല്ല, ആരെങ്കിലും പണിയെടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇരുന്ന് തിന്നാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ കാലത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു നമ്മുടെ ക്ലൈമറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു കൃഷി രീതി എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ പുതിയ ടെക്നോളജി, പുതിയ സയൻസ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹൈടെക് ഫാമിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ ആസ്വർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലത്തെ പലതരത്തിലുള്ള മെത്തേഡ്സ് കേട്ടിട്ടുണ്ട്, ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കഴിയുന്നത്ര നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കറിവേപ്പില തൈയെങ്കിലും നടാനുള്ള ഒരു എന്താ പറയുക ഒരു മനസ്സ് ഓരോ കുട്ടിക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.